അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഉമ്മ, ഒരു വീടിനകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ട്. ഒരു വീടിനകത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ട്. വീട്ടുകാര് ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ തേങ്ങും ഉമ്മ, ഖുർആൻ കരയും ഉമ്മ. ആ കണ്ണുനീര് വീഴുന്ന വീട് അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഈ നിരന്നിരിക്കുന്ന ആയിരക്കണക്കിന് പേര് വഴുത് കേൾക്കാമെന്നവരാണ്. എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ടല്ലോ, എല്ലാവരുടെ വീട്ടിലും ഖുർആനുണ്ടല്ലോ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, തൊട്ടിട്ടുണ്ടോ ഇന്നത്തെ ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരിക്കുന്ന പരിശുദ്ധമായ ഖുർആനൊന്ന് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ വാപ്പാ? ഇല്ല ഉപ്പാ, ഇല്ല ഉമ്മ. അത് വീടിനകത്തിരുന്ന് കരയുകയാണ്. ആ കണ്ണുനീരാണ് നിന്റെ ജീവിതം തകർത്തത്. ആ കണ്ണുനീരാണ് നിന്റെ വീട്ടിലെ സർവ്വ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തിയത്. എന്നാ നീ നിന്റെ ഉമ്മയെ കുറിച്ച് ചിന്തിക്കൂ. കൊട്ടാരം പോലെ ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ചു പണിത് നിന്റെ കൊട്ടാരത്തിന്റെ അകത്തില്ലാത്ത സന്തോഷം ആ ഓലഷെഡിനകത്തുണ്ട്, ആ ഒരു ചെറിയ കൂരയ്ക്കകത്തുണ്ട്. കാരണം എന്തെന്നറിയോ? നിന്റെ ഉമ്മയുണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വുളുവെടുത്തിട്ട് ഉമ്മ നിസ്കാരപ്പായിൽ വരികയാ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉമ്മ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഉമ്മ ഈ ദിക്ർ പറയുമായിരുന്നു. പടച്ചവനെ, ഉമ്മ ദുആ ചെയ്യുമായിരുന്നു. മഗ്രിബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ ഉമ്മ ഫർദ് നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിന്റെ മുമ്പിൽ പോയിരിക്കുകയാണ്. ഉമ്മ ഖുർആനും എടുത്തിട്ട് ആ വിളക്കിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തുസ് സജ്ദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് പാരായണം ചെയ്യാതെ നമ്മുടെ ഉമ്മ എഴുന്നേൽക്കാറില്ല. ഈ 5 സൂറത്തുകൾ നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു. എന്തേ കാരണമെന്നറിയോ? പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിനക്ക് ഒരു മകളല്ലേ ഉള്ളൂ, ഒരു മകളല്ലേ നിനക്കുള്ളൂ. നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുകയാ. എന്തിനാ കഷ്ടപ്പെടുന്നത് ഉസ്താദേ? എന്റെ മോളെ കെട്ടിക്കണം ഉസ്താദ്. എന്റെ മകള് വളർന്നു വരികയാണ്, അവളെ വിവാഹം കഴിച്ചു കൊടുക്കണം. എന്റെ കയ്യിലൊന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞ് രാവും പകലും കിടന്ന് കഷ്ടപ്പെടുകയാ. നിനക്ക് തിന്നാ സമയമില്ല, നിനക്കുറങ്ങാ സമയമില്ല, നിനക്ക് ഭാര്യയെ സ്നേഹിക്കാൻ സമയമില്ല, മക്കളോടൊപ്പം സന്തോഷിക്കാൻ സമയമില്ല, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സമയമില്ല. എല്ലാ ദിവസവും രാവും പകലും നീ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്തിന് നിന്റെ മകളെ കെട്ടിക്കാൻ? എന്നാ നിനക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നല്ലോ. എങ്ങനെയാ വാപ്പ വിവാഹം കഴിച്ചത്? ഉപ്പ എങ്ങനെയാണ് നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്? പിരിവെടുത്തിട്ടാണോ, ലോൺ എടുത്തിട്ടാണോ, പലിശക്കെടുത്തിട്ടാണോ? അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ നിന്നെ പോലെ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണോ? ഉപ്പ നേരത്തെ ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ നേരത്തെ കേറി കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയ്ക്ക് ടെൻഷനില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ, നിന്റെ ഉമ്മ ഇരുന്നിട്ട് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ
കാദിബാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വീട്ടിലാണോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത്, അല്ലാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യ്. ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് പറയുകയാണ്, നിന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണോ, അല്ലാഹു ബർക്കത്ത് ചെയ്യണോ, നിന്റെ മക്കൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ, നിന്റെ വീട്ടിൽ നീ പാസാക്കേണ്ട ഒന്നാമത്തെ ബില്ലേതാ? ഭാര്യയോട് പറയണം, പെൺമക്കളോട് പറയണം, നിർബന്ധമാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടിനകത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും സൂറത്തുൽ വാഖിഅ നിർബന്ധമായി പാരായണം ചെയ്യണം. ഇത് വീട്ടിലെ നിയമമാക്കണം സഹോദരാ, എങ്കിൽ ദാരിദ്ര്യം അല്ലാഹു നിനക്ക് തരൂല. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമായിരുന്നു ഉമ്മ. പ്രതിഫലമറിയുമോ? പള്ളിപ്പറമ്പിൽ ചെല്ലുമ്പോ അറിയാമുമ്മ. നബിതങ്ങളുടെ കാലഘട്ടത്തില് ഒരു സ്വഹാബി പടച്ചവനെ യാത്ര ചെയ്യുകയാണ്. ക്ഷീണിതനായി മരുഭൂമിയിൽ ഒരു കൂടാരം കെട്ടിയിട്ട് കിടക്കുകയാണ്. രാത്രിയായപ്പോ മരുഭൂമിയിൽ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. ഈ മരുഭൂമിയിൽ ഖുർആൻ ഓതുന്നതാരാണ്? ചാടി എഴുന്നേറ്റ് വെളിയിൽ നോക്കുമ്പോ ഒരാളെയും കാണുന്നില്ല. സഹസബി രണ്ടാമതും കടന്നു. കുറച്ച് കഴിയുമ്പോ പിന്നെയും ഖുർആൻ കേൾക്കുകയാണ്. ചാടി വെളിയിൽ ഇറങ്ങി നാലു ഭാഗവും നോക്കി, ഒരാളെയും കാണുന്നില്ല. മൂന്നാമത് ശബ്ദം കേൾക്കുമ്പോ സഹസാബിക്ക് മനസ്സിലായി, വെളിയിൽ നിന്നല്ല കേൾക്കുന്നത്, താൻ കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാണ്. ഞാൻ കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാണ്. എന്റെ അടിയിൽ കിടക്കുന്ന ഖബറിനകത്തിരുന്നാണ് സൂറത്തുൽ വാഖിഅ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത്. പേടിച്ചു വിറച്ചു ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വളരെ അത്ഭുതത്തോടെ നബി തങ്ങളോട് ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തത്ഭുതമാ? അതൊരു അത്ഭുതമല്ലല്ലോ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവന്റെ ഖബറിനകത്ത് വരുമോ? അല്ലാഹുവേ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹുവേ, സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോ അല്ലാഹു തരുന്ന പ്രതിഫലമറിയുമോ? ഉസ്താദേ, എന്റെ വീട്ടിലൊന്ന് വരണേ, തങ്ങളെ എന്റെ വീട്ടിലൊന്ന് വരണേ, മുതഅല്ലിമേ എന്റെ വീട്ടിലൊന്ന് വരണേ. എന്തിനാ ദുആ ചെയ്യാ? തങ്ങളെ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ച റബ്ബിന്റെ മാലാഖമാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾ വരും. ചരിത്രം സാക്ഷിയാ, ചരിത്രം സാക്ഷിയാ. സൂറത്തു സജദ പാരായണം ചെയ്യണേ, ഹജ്ജ് ചെയ്ത കൂലിയാണ്, ഉംറ ചെയ്ത കൂലിയാണ്. സൂറത്തു യാസീൻ പാരായണം ചെയ്യണേ. യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന്. ആരെങ്കിലും ദുആ ചെയ്താ അവരുടെ ദുആ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇതായിരുന്നു നിന്റെ വീട്, ഇതായിരുന്നു നിന്റെ തറവാട്. ആ ചെറിയ
ചെറിയ കൂടാരത്തിന്റെ അകത്ത് എല്ലാം ലഭിക്കാനുള്ള കാരണം അതായിരുന്നു. എന്നാ നിന്റെ കൊട്ടാരത്തിന്റെ അവസ്ഥ എന്തെന്നറിയോ? മഗ്‌രിബ് കഴിഞ്ഞാ പടച്ചവനെ നീ ടിവിയുടെ ഫ്രണ്ടിലിരിക്കുകയാണ്, റിമോട്ട് എടുക്കുകയാണ്, സൂര്യ വെക്കുകയാണ്, ഏഷ്യനെറ്റ് വെക്കുകയാണ്, കൈരളി വെക്കുകയാണ്, മഴവിൽ മനോരമ വെക്കുകയാണ്. ഓരോ ചാനലുകളും മാറി മാറി കണ്ട് ആസ്വദിക്കുകയാണ്. ഖുർആനിരുന്ന് കരയുകയാ. നീ സീരിയല് കണ്ട് കരയുന്നു, നീ സീരിയല് കണ്ട് കരയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ വീടിനകത്തിരുന്ന് കരയുന്നു. എങ്ങനെ സമാധാനം കിട്ടാനാവും? നീ സീരിയലിന്റെ നടിമാരുടെ ചരിത്രം നിനക്കറിയാം. അവരെ കണ്ട് നീ കരയുന്ന പെങ്ങള്, നിനക്ക് ഒരുപാട് മുൻഗാമികൾ ജീവിച്ചിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നമര മകളായ ഫാത്തിമ, ആയിഷ ബീവി, ഖദീജ ബീവി, പടച്ചവനെ ഒരുപാട് മഹദിമാര് ഈ ലോകത്ത് ജീവിച്ചിരുന്നല്ലോ. നിനക്ക് ആരെയെങ്കിലും കുറിച്ചറിയുമോ? ആസിയാരാണ്, സുമയ്യാരാണ്, നഫീസയാരാണ്, മൈമൂനയാരാണ്, റാബിയത്തുൽ അദബിയാരാണ്? പടച്ചവനെ നിനക്ക് ഇവരെ കുറിച്ചറിയില്ല പെങ്ങള്. പഠിക്കണം പൊന്നുമോള്, പഠിക്കണം പൊന്നുമോള്. അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നവരോട് പറയുകയാണ്, ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ. രക്ഷപ്പെടണോ, രക്ഷപ്പെടണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? സീരിയല് കണ്ട കരയല്ലേ ഉമ്മ? പടച്ചവനെ, അതാ ഒരു വഅദ് പറയുന്ന മജ്‌ലിസില് ഉസ്താദ് പ്രസംഗിക്കുകയാണ്. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് ഓതിയിട്ട് ഉസ്താദ് അവിടെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന മഹദിയായ നഫീസത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയടോ, അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു. പടച്ചവനെ, വഅദ് കേട്ട് എല്ലാവരും പോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിനെ കുറിച്ച് പറയുമ്പോ മരണത്തിന് ശേഷമുള്ള കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ആ ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോ എഴുന്നേറ്റ് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുടിക്കുന്ന ഒരു ആയുധമെടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലി എടുത്ത് മാറ്റുകയാണ്. അവിടെ കുടിക്കാൻ തുടങ്ങി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ആരും കാണാതെ തന്റെ വീടിനകത്ത് ഖബർ കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പകല് മുഴുവനും നോമ്പാണ്, പകല് മുഴുവനും നോമ്പാണ്. രാത്രിയായ ആരും കാണാതെ വീടിനകത്ത് ഖബർ കുടിക്കുകയാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് മണ്ണിലേക്ക് വീഴുകയാണ്. ആരും അറിയാതെ ഖബർ കുടിച്ചു പെങ്ങള്, ആരും അറിയാതെ ഖബർ കുടിച്ചു പെങ്ങള്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബറിന്റെ പണി അങ്ങ് പൂർത്തിയാകുമ്പോ ഓടിച്ചെന്ന് ഒന്നുവെടുക്കുകയാ, ഓടിച്ചെന്ന് ഒന്നുവെടുത്തു. എന്നിട്ട് പടച്ചവനെ മുസല്ലി എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാണ്. സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ 10,000-ഓളം റക്അത്ത്, 10,000-ഓളം റക്അത്ത് ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു ഖബറിനകത്തിറങ്ങിയിരുന്ന് ഓതുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ 6,000-ഓളം ഖത്ം ഓതിയും അല്ലാഹുവേ നഫീസത്തുൽ
മിസ്രി റളിയല്ലാഹു തആല ഖബറിനകത്തിരുന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്തേതെന്നറിയുമോ? ഒരായത്ത് ഓതിയാ നഫീസ ബോധം കെട്ട് വീഴുമായിരുന്നു, ഖബറിനകത്ത് പിടഞ്ഞു വീഴുമായിരുന്നു. ഏതായത്തെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവേ, എല്ലാ ദിവസവും നോമ്പാണ്, എല്ലാ ദിവസവും നോമ്പാണ്, രാത്രി ഉറക്കമില്ല, ഖുർആൻ ഓതലും നിസ്കാരവുമാണ്. അല്ലാഹുവേ, സുന്ദരിയായ നഫീസ ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? എന്തൊരു സുന്ദരിമാരാണെന്നറിയോ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ തൊലിയൊക്കെ കറുത്തടോ, കണ്ണു കുഴിഞ്ഞടോ, എല്ലും തോലുമായി, ഒരുപാട് രോഗമായി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ കുടുംബക്കാർ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നഫീസ, എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? നിനക്കൊരൽപ്പം ഉറങ്ങിക്കൂടെ നഫീസ? ഒരൽപ്പമെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ? ഇടവിട്ട് നോമ്പ് പിടിച്ചുകൂടെ? എന്തൊരു കോലമാണ് നഫീസ, എല്ലും തോലുമായി നഫീസ, കണ്ണു കുഴിഞ്ഞു പോയി നഫീസ, തൊലി കറുത്തുപോയി നഫീസ, കണ്ടിട്ട് പേടി തോന്നുന്നു നഫീസ, നീ മരിച്ചു പോകും നഫീസ. കുടുംബക്കാർ മുഴുവനും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അവിടുന്ന് ഉപദേശിക്കുമ്പോ മഹ്ദി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മഹ്ദി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായി ഞാൻ റബ്ബിനോട് ചോദിക്കുന്നത് രണ്ട് കാര്യമാണ്. നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്നെക്കാളും സുന്ദരിയായിരുന്ന നഫീസ 30 കൊല്ലമായിട്ട് പടച്ചവനോട് ചോദിക്കുന്നത് രണ്ട് കാര്യമാണ്. അല്ലാഹുവേ, മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. ഒന്നാമത്തെ ആഗ്രഹമാണ് മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഖുർആൻ ഓതി മരിക്കണമല്ലാ. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷമാണ്. പടച്ചവനെ, അവസാനം കുടുംബക്കാർ നദാ പിരിഞ്ഞു പോയടോ. നഫീസത്തുൽ മിസ്രിയുടെ മരണം അടുത്തു വന്നു. അല്ലാഹുവേ, കുളിച്ച് റെഡിയായി കഫൻ തുണിയുമെടുത്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് കുടിച്ചിട്ട ഖബറിന്റെ ചാരത്ത് വന്ന് കിടന്നു. അതാ വരുന്നു ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയും മലക്ക് കടന്നു വരികയാ. അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മരണമാണ്. പെങ്ങളെ, രണ്ടാമത്തെ ആഗ്രഹം ഖുർആൻ ഓതണമെന്ന ഓതി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ലഹും ദാറുസ്സലാം ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞ ആയത്താ. ആ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് ഓതിയിട്ട് നഫീസ ലോകത്തോട് വിട പറയുകയാ. നഫീസത്തുൽ മിസ്രിയ മരണവേദന സഹിക്കാൻ കഴിയാതെ കണ്ണൊന്നു നിറഞ്ഞപ്പോ മലക്കുകൾ ചോദിക്കുന്നു, നഫീസ എന്തിനാ കരയുന്നത്? എന്തിനാ
നഫീസ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അല്ലാഹുവേ നോക്ക് നഫീസ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അതാ വരി വരിയായി നിൽക്കുകയാ നിന്റെ റൂഹിനെ സ്വീകരിക്കാൻ. നോക്ക് നഫീസ, ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ് നഫീസ. നിന്റെ റൂഹ് പുതിയാനുള്ളതാണ്. എന്തിനാ കരയുന്നത്? യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മരിക്കുമ്പോഴും മലക്കുകൾ ഖുർആൻ ഓതണം ബാപ്പാ. മരിക്കുമ്പോഴും മലക്കുകൾ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് വേണം മരിക്കാൻ. അതിനാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിച്ചോ, അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിച്ചോ. ഒന്നുമില്ലാതെ തൊടല്ലേ. ഖിബലയുടെ നേരെ ഇരുന്ന് പാരായണം ചെയ്യണേ. ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കല്ലേ. ഇതല്ലാന്റെ കലാമാ. പരിഗണിച്ചില്ലെങ്കിലോ വൈന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. അല്ലാഹു പറയുകയാ മഈശതൻ ലൻകാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആനിനെ ആദരിക്ക്. ഒന്നുമില്ലാതെ എടുക്കരുത്, ഒന്നുമില്ലാതെ തുടരുത്. ഖിബലയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. അത് ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ബഹുമാനിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആൻ ശ്രദ്ധിക്കുക, അത് പറയുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞിട്ട് ദുആ ചെയ്യാം. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വഹാബികൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു ഓതാൻ. നബി തങ്ങൾ പറഞ്ഞു ഓതാൻ. സഹാബി ചോദിച്ചു, ഏത് സൂറത്ത് ഓതണം നബിയെ? നബി തങ്ങൾ പറഞ്ഞു അൽഹാകുമുത് തകാസുർ, സൂറത്തു തകാസുർ ഓതാൻ പറഞ്ഞു. സഹാബി ഓതാൻ തുടങ്ങി. നബി തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബി ഖുർആൻ ഓതി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തെ? നിങ്ങൾ എന്തേ കരയാത്തെ? സഹാബത്ത് പറഞ്ഞു, നബിയെ കരച്ചിൽ വരുന്നില്ല നബിയെ. എന്നാൽ വീണ്ടും ഓത്. രണ്ടാമത് ഓതാൻ തുടങ്ങി. നബിതങ്ങൾ കരയുന്നു. നബിതങ്ങൾ കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് നബിതങ്ങളുടെ കൂടെ കരഞ്ഞു. ഓതിക്കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? സഹാബത്ത് പറഞ്ഞു, കരച്ചിൽ വരുന്നില്ല നബിയെ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ കരയണം. ഈ സൂറത്ത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ നീ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് സൂറത്ത്?
ഏത് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുന്നവർ കരയുക, അല്ലാത്തവർ അഭിനയിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അൽഹംദുലില്ലാ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിച്ചവരുണ്ടോ, പ്രത്യേകിച്ച് മുസ്തഫയ്ക്ക് എത്രയോ മാസങ്ങളായിട്ട് ഈ ഡേറ്റിന് വേണ്ടി ഉസ്താദ് വരണം വരണം വരണം. അല്ലാഹു സുബ്ഹാൻ അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ പഠിക്കണം. അള്ളാഹുവിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അബ്ദുള്ള ഇത്തിരി നീളം കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലാഹു അർഹമായ പ്രതിഫലം. പ്രവാസികളായ സഹോദരങ്ങൾ 10-11ഓളം പേര് അൽഹംദുലില്ലാ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എത്ര കുട്ടികളുണ്ട് ഇവിടെ? 22 മക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് 21 കുട്ടികൾ ഹാഫിളീങ്ങളായി. അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ ചോദിക്കുക എന്തുണ്ടെന്ന്. എന്റെ പെങ്ങളെ, ഇവന്മാരുടെ മഹത്വം അറിയോ? ഈ ഖുർആൻ പഠിച്ച കുട്ടികളുടെ മഹത്വം അറിയോ? ഇവന്മാരുടെ ശരീരത്ത് തൊടണമെങ്കിൽ നീയൊക്കെ വുളു എടുക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കളുടെ ശരീരത്തിൽ തൊടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ മഹത്തുക്കളായ തസൗഫിന്റെ പണ്ഡിതന്മാര് പറയുന്ന ഇവന്മാരെ തൊടണമെങ്കിൽ വുളു എടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവന്മാരെങ്ങാനും ചുമ്മാതെ ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ പോയാൽ മതി. ഇവരെങ്ങാനും ചുമ്മാതെ പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയാൽ ഇവൻ പോയതിന്റെ ബർക്കത്ത് കൊണ്ട് ആ കബറും കാട്ടി കിടക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവന്റെ വാപ്പായ ഉമ്മ അല്ല, ഇവര് ചുമ്മാതെ ഒന്ന് പള്ളിപ്പറമ്പിൽ പോയാൽ മതി. എന്റെ പൊന്നാര സഹോദരങ്ങളെ, മലക്കുകൾ ചിറക് താഴ്ത്തിയിട്ട് തണലിട്ട് കൊടുക്കുമാർക്ക്. അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് മലക്കുകൾ ചിറക് താഴ്ത്തിയിട്ട് ഇങ്ങനെ തണലിട്ട് കൊടുക്കും. മരിച്ച് ഖബറിനകത്ത് കൊണ്ടുവച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ് മാന്തി നോക്കിക്കോ, ആ കഫൻ തുണി പോലും പോയിട്ടുണ്ടാകില്ല. അങ്ങനെ തന്നെ കിടക്കും ഖിയാമത്ത് നാൾ വരെ. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്തിനാ ഉപ്പ ഇതിലെ ഏതെങ്കിലും ഒരുത്തന്റെ കൈ പിടിച്ചിട്ട് പറ, മോനെ എനിക്ക് രോഗമുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, ഒന്ന് ദുആ ചെയ്യ് മോനെ. ഈ മക്കളുടെ കൈ പിടിച്ചിട്ട് പറയടോ, അവരുടെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണ് ഹാഫിള്. അല്ലാഹുവിന്റെ ഖുർആൻ നബിതങ്ങളെ ഹാഫിള്. നബിതങ്ങൾ ആരാ? ഹാഫിളാണോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? അള്ളാന്റെ റസൂൽ ഹാഫിളാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഹാഫിള. അതുകൊണ്ട് ആ മരിക്കുന്നതിന് മുമ്പ് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, എല്ലാ വർഷവും എല്ലാ റമദാനിലും ജിബ്രീൽ വരും, ഞാൻ ഖുർആൻ ഒരു വട്ടം ഓതി കേൾപ്പിച്ചു കൊടുക്കും. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഖത്തം തീർത്തു എന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, മഹാനായ നബിയനാ റസൂലുള്ളാഹി. കണ്ടോതാനാണെങ്കിൽ ഉസ്താദ് വേണോ? കണ്ടോതാനാണെങ്കിൽ ഉസ്താദ് വേണോ? പറ. കണ്ടോതാനാണെങ്കിൽ ഉസ്താദ് വേണോ? ദൗറ ചെയ്യാനാ ഉസ്താദ് വേണ്ടത്. അപ്പൊ നബിതങ്ങൾ ഹാഫിള, ബദരീങ്ങളിൽപ്പെട്ട സഹാബത്തിനെ കൊണ്ടുവന്നപ്പോ നബിതങ്ങൾ പറഞ്ഞത് ഹാഫിളീങ്ങളായ സഹാബത്തിന്റെ മയ്യത്ത് ആദ്യം വെക്ക്. അതാണല്ലോ ഹാഫിള.